ലൂക്ക, നീ അവിടെ വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്കറിയാം. നീ വിഷമിക്കുന്നതിൻ്റെ 100 ഇരട്ടി പെയിനുണ്ട് എനിക്കിപ്പോൾ. ഒന്നാമത് നീ കൂടെയില്ല, എന്നെ കൂടെ ഇരിക്കാൻ സമ്മതിക്കാതെ ഇറക്കി വിടുകയും ചെയ്തു. അതുപോട്ടെ, നിന്നെ ഹാപ്പിയാക്കുന്നൊരു ഗിഫ്റ്റാണ് ഈ ലെറ്ററിൻ്റെ കൂടെ. പലതവണ ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ വായിക്കാൻ നോക്കി എൻ്റെ ആ ഡയറി ഇല്ലേ, അതാണ് സംഭവം. ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നു, ഇത് വായിക്കാനുള്ളൊരു പാകതയും പക്വതയൊക്കെ വരുമ്പോൾ ഇത് ഞാൻ നിനക്ക് തരുന്നു. പിന്നെ ഇതിൽ ഞാനും നീ മാത്രമേ ഉള്ളൂ. നമ്മൾ വഴക്കിട്ട് പരിചയപ്പെട്ട ആദ്യത്തെ ദിവസം എനിക്ക് തോന്നിയൊരു കൗതുകം. അന്നത്തെ ഒരു ദിവസത്തിൽ തീരില്ല നമ്മുടെ പരിചയം എന്നൊരു തോന്നൽ. അതിൽ തുടങ്ങിയ എഴുത്താണ്. നമ്മുടെ ഇടയിൽ നടന്ന കുസൃതികളും ചെറിയ വഴക്കുകളും എൻ്റെ ചില തല്ലുകൊള്ളിത്തരങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ. ഈ വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇത് മുഴുവൻ വായിക്കും. ഇതെല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്യും. കഴിയുമ്പോൾ നിനക്കെന്നെ കാണാൻ തോന്നും. അപ്പോൾ ഇങ്ങ് പോരാ, നമുക്കെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. നീ ലൂക്ക, എന്തൊരു ഷോർട്ട് ടെമ്പേർഡ് ആടോ താനൊരു ആർട്ടിസ്റ്റ് അല്ലേ? കുറച്ച് വിമർശനങ്ങളൊക്കെ കേൾക്കാനുള്ളൊരു ക്ഷമ കാണിക്കണ്ടേ? എന്തോ ഒരു അലമ്പായിരുന്നു ഇന്നവിടെ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇയാളൊരു കഥയില്ലാത്ത കക്ഷി. ഈ ദേഷ്യമൊക്കെ ചുമ്മാ ഫേക്കല്ലേ? താൻ ചിലപ്പോ എൻ്റെ നല്ലൊരു ഫ്രണ്ട് ആവാൻ സാധ്യതയില്ല. അത് നോക്കിയേ, അതോ? നല്ല രസമുണ്ട്. പിന്നെ വാ അങ്ങോട്ട് പോവാ. എനിക്ക് എത്ര ഓർത്തിട്ടും മനസ്സിലാവാതെ നല്ലൊരു സൺഡേ. നീ എന്തിനു വെറുതെ ഇതൊക്കെ കാണാൻ എന്നെ പിടിച്ചോണ്ട് വന്നേ? നീയല്ലേ പറഞ്ഞത് നിനക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. ഷോപ്പിംഗ് പ്ലാനിനേക്കാൾ എന്തായാലും ബെറ്റർ തന്നെ. നിനക്ക് ഇൻസ്റ്റാളേഷൻസ് എല്ലാം ഇഷ്ടമില്ലാത്തുള്ളൂ. അപ്പുറത്ത് നല്ല പെയിന്റിങ്സ് ഉണ്ട്, അവിടെ കിട്ടും. ബെസ്റ്റ്. കെട്ടി തൂക്കിയിട്ടേക്കൊന്നും മനസ്സിലാകല്ലോ ഒരു പെയിന്റ്. അയ്യേ, ഇതെന്താ ഈ ചവറൊക്കെ? നീ ഇങ്ങനെ പുച്ഛിക്കല്ലേ, ഇതിനും എന്തെങ്കിലുമൊക്കെ മീനിങ് ഉണ്ടാവും. തേങ്ങയാണ്. ഇവർക്കൊക്കെ വല്ല നല്ല സീനറിയോ നമ്മളെ പോലെ ഭംഗിയുള്ള പെൺകുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? ഒന്നെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ തട്ടിക്കൂട്ട്. ഈ 2 എക്സ്ട്രീംസ് ഞാൻ ഇതിലൊക്കെ കാണുന്നുള്ളൂ. എന്താ തട്ടിക്കൂട്ടോ? ഈ ഇൻസ്റ്റലേഷൻ ചെയ്യാത്ത സമയത്തിലാണെന്ന് അറിയുന്നത് എനിക്ക് 2 മാസം. 2 മാസമോ? ഇതിനോ? ഒന്ന് പോവാശേ. അല്ല, പണിയറിയില്ലെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമൊക്കെ എടുത്തു വരും. അല്ല, നീ വലിയ ആർട്ട് ലവറാന്നല്ലേ പറഞ്ഞേ? ഇതിലേക്ക് നോക്കിയിട്ട് എന്താ ഇത്ര വലിയ അർത്ഥം എന്നൊന്ന് പറഞ്ഞേ. ഇതെങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് വായി കുത്തിക്കേണ്ട സാധനമല്ല. സമയവും താല്പര്യമുള്ളവരോട് വന്നത് കണ്ട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ തന്നെ പോലെ സമയം കളയാനും ബുദ്ധിജീവി ചെയ്യാനും വേണ്ടി വരുന്നവർക്കുള്ള സ്ഥലമല്ലോ. എന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് വന്നുകൂടാന്ന് പുറത്തുള്ള എഴുതി വെച്ചൂടായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാക്കട്ടെ മിനിമം സെൻസറുകൾക്ക് പറ്റിയ സ്ഥലമാണ്. അല്ല, താൻ തന്നെ വെറുതെ ഇങ്ങനെ ഷോ ഇറക്കുന്നത്? അല്ല, കെട്ടിയെടുക്കണ അവിടെ ഫുള്ള് പ്രശ്നമാണ്. ഇങ്ങോട്ട് പോയാൽ വഴി കാണിച്ചു തരാം. ആരെ പ്രശ്നം ഉണ്ടാക്കുന്നത് കാണുമല്ലോ. എങ്ങോട്ട് പോയാ ഈ റോഡിന്റെ മൂടുന്നായി ചെയ്യാൻ നിങ്ങളൊന്ന് മാറുന്നേ, ഒന്ന് സഹകരിക്കും പ്ലീസ്. ഇങ്ങ് വന്നേ. എന്താ നീ തട്ടിക്കൂട്ടാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കിയെങ്കിൽ വന്നേ. കൊണ്ടൊന്നും തോന്നരുത്, നീ കാണിച്ച മഹാബോറായിപ്പോയി. പക്ഷെ നീ കണ്ടതല്ലേ എന്തൊരു ദേഷ്യം ആരോഗ്യൻസും ഒക്കെ ആയിരുന്നു അയക്ക്. കഴിവുണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഓവറാവാനൊന്നും പാടില്ല. ആണല്ലേ? നീ കഷ്ടപ്പെട്ട് ചെയ്ത് നിന്റെ റിസർച്ച് മെറ്റീരിയൽ കൊണ്ട് നീ നിന്റെ ഗൈഡിൻ്റെ അടുത്ത് പോവാ. അപ്പം അയാൾ നിന്റെ മുഖത്ത് നോക്കി പറയുന്നത് 10 പൈസയെ കൊള്ളൂലെന്ന്. നീ എന്ത് ചെയ്യും? അയാളെ കൊല്ലും ആയിരിക്കും. ആണല്ലേ? അത്ര അയാളും ചെയ്തുള്ളൂ. ഒരു സോറി പറയണോ? പറയുന്നത് നല്ലതാ, പക്ഷെ നീ ഇപ്പം അയാളുടെ അടുത്ത് ചെന്നാൽ തല്ല് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പോണ്ട. ഹലോ, ഏയ്, അതെ, നമുക്ക് പോണ്ടേ?
എനിക്ക് ട്രെയിൻ ഉണ്ട് വൈകുന്നേരം. അതെ, ഒരു കാര്യം ചെയ്തോ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇതൊന്നും സോൾവ് ആക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, ബൈ. കാണാം. ബൈ. വേറൊരു പടം കിട്ടിയില്ല, അയാളുടെ തുണിയില്ലാത്ത പടം തന്നെ വരച്ചു വെക്കാൻ. നീയൊക്കെ ഇവന് വലിയ സപ്പോർട്ട്. കഴിഞ്ഞു, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ അവിടെ ഉണ്ടാവും. ഒന്ന് വരടാ. എക്സ്ക്യൂസ് മീ. എടോ, തനിക്ക് ബന്ധമുണ്ട്? സത്യം പറഞ്ഞാൽ എനിക്കൊരു കോഫി കിട്ടിയ. അതിന് എടോ ഞാനിപ്പോ എന്താ എടോ ചിൽ. അതെ, നേരത്തെ ഇങ്ങനെ ഔട്ട് ഓഫ് ദി ബ്ലൂ താൻ പെട്ടെന്ന് ഒരു ദേഷ്യപ്പെട്ടു വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. എനിക്കറിയാം ഞാൻ കുറച്ച് ഓവറായിരുന്നു. ഐ എം റിയലി ഭയങ്കര. എടോ, താൻ നേരത്തെ പറഞ്ഞ പോലില്ലേ, എനിക്ക് തീരെ താല്പര്യമോ വിവരമോ ഒന്നും ഇല്ലാത്തൊരു ഫീൽഡാണ്. കൂടെ കണ്ട് ഫ്രണ്ടില്ലേ, അവൾ പിടിച്ച് കയറ്റിയതാ. എന്നിട്ട് ട്രെയിൻ മിസ്സാവും എന്ന് പറഞ്ഞ് അവൾ പോവുകയും ചെയ്തു. സത്യമായിട്ടും ഇനി മേലെ ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഉറപ്പാണോ? ഇനി മേലാൽ ഇങ്ങനെ എക്സിബിഷൻ്റെ എഴുത്ത് വന്നത് മാത്രമല്ല, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി മിണ്ടിപ്പോരും. ഇത് രണ്ടും ഓക്കെയാണെങ്കിൽ വേണേ കാപ്പി പിടിക്കാൻ പോവാം. എൻ്റെ പേര് നിഹാരിക. ക്ലോസ് ആയിട്ടുള്ളവർ നിഹ എന്ന് വിളിക്കും. ഇവിടെ ഒരു റിസർച്ചും പരിപാടിയൊക്കെ ആയിട്ടാണ്. ലൂക്ക. ക്ലോസ് ആയവരും ക്ലോസ് അല്ലാത്തവരൊക്കെ അങ്ങനെ തന്നെ വിളിക്കാം. ഇത് തന്നെ സ്ഥലം, ഇതൊക്കെ തന്നെ പരിപാടി. എടോ, പിന്നെ നേരത്തെ ഇതിനെ ശരിക്കും സോറി കേട്ടോ. ആ ആർട്ട് വർക്കിന് എന്തിനാ അത്രയും ദിവസം എടുത്തതെന്ന് എനിക്ക് ഒന്ന് നേരെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ക്ഷമിച്ചിരിക്കുന്നു. എടോ, സാരമില്ലടോ, അത് എൻ്റെ മാത്രം പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആരും അക്കാര്യത്തിൽ മോശമല്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാത്തിലും കയറിയങ്ങ് പോയും. അത് ശരിയാ, പക്ഷേ തന്നെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ ഇങ്ങനെ ചാടി കടിക്കാമോ? ഐ മീൻ യു ക്യാൻ ബി കുറച്ചുകൂടി ഓപ്പൺ ടു ക്രിറ്റിസിസം ആൻഡ് ഓൾ ദാറ്റ്. നോ, ഹേയ്, അതൊക്കെ വേറെ ലെവൽ ആൾക്കാരല്ല. ഞാൻ വെറും സാധാ ലോക്കൽ. താൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ട്. അപ്പോൾ എനിക്ക് കയറിയങ്ങ് കൊള്ളും. പിന്നെ അവന്മാർക്കും കൊള്ളുന്നുണ്ട്. അവന്മാർ മനസ്സിൽ വിളിക്കുന്ന തെറി ഞാൻ പുറത്ത് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പൊതുവേ കുറച്ച് ദേഷ്യം കൂടുതലുള്ള ടൈപ്പാണ്. അപ്പോൾ എൻ്റെ വകെ ഒരു സോറി പിടിച്ചോ. കുറച്ചധികം എന്ന് പറ. അതെ, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ സിറ്റിയിലേക്ക് പോകാൻ വല്ല ബസ്സോ ഓട്ടോയോ വല്ലതും കിട്ടുമോ? ഓ, നമ്മൾ ഇവിടുത്തെ കാര്യം അല്ലല്ലോ അല്ലേ. ഇതിലൊക്കെ കയറിയാൽ ഇറങ്ങേണ്ട സ്ഥലം അറിയാമോ? നന്നായി. ഏതായാലും ഞാൻ അവിടുത്തെ മുങ്ങി. വേണമെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. പോകേണ്ട സ്ഥലത്തിൻ്റെ അഡ്രസ്സ് വല്ലതും അറിയാമോ? അഡ്രസ്സ് ബാഗിലുണ്ട്. എന്നാ വാ, നടക്കാം. ഇത് JPയുടെ വീടല്ലേ? എടോ, ഞാൻ വൈകുന്നേരം പറഞ്ഞില്ലേ എനിക്ക് കുറച്ചധികം ദേഷ്യക്കൂടുതലുണ്ടെന്ന്. അപ്പോൾ ശരി. ഓക്കെ, ബൈ. നിഹ, ഇത് നിന്റെ ബാംഗ്ലൂരല്ല, മനുഷ്യൻ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന കൊച്ചിയാണ്. വല്ലവൻ്റെ കൂടെ കറങ്ങി നടന്നിട്ട് വല്ലപ്പോഴും വന്ന് കയറുന്ന പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല. എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. പിന്നെ ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടേണ്ടത്? നീ ഇവിടെ താമസിച്ചിടത്തോളം കാലം നീ ചെയ്യുന്നതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. നിന്റെ അമ്മ എങ്ങാനും വിളിച്ചു ചോദിച്ചാൽ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? അമ്മയടുത്ത് പറയാനാണെങ്കിൽ എനിക്കുണ്ട് കുറേ കാര്യങ്ങൾ. അങ്കിളിനറിയാലോ. വെറുതെ എൻ്റെ വാ തുറപ്പിക്കരുത്. ഞാൻ എല്ലാം മറന്നിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ട. അമ്മ പറഞ്ഞു, ഞാൻ വന്നു. എനിക്ക് വേറെ നല്ലൊരു സ്ഥലം ശരിയാകുന്നിടത്ത സെക്കൻഡ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അതുവരെ എന്നെ എൻ്റെ പാട്ടിന് വിടുന്നേ നല്ലത്. ഒച്ച വെക്കാതെ. സത്യം പറ ലൂക്ക, എനിക്ക് എത്ര ഫേസസ് ഉണ്ട്. നമ്മൾ ആദ്യം മീറ്റ് ചെയ്ത ദിവസം കണ്ട ആ ചൂടൻ ചെറുക്കനെ അല്ലായിരുന്നു നീ ഇന്ന്. ഭയങ്കര സീരിയസ് ആയ ഡീപ്പായ ഒരാൾ. കംപ്ലീറ്റ് പിക്ചർ തന്നെ മാറിപ്പോയി. പക്ഷെ സാരില്ല, അതും ഇതും ഒക്കെ കൊള്ളാം. അന്ന് രാത്രി തോന്നിയത് ഇടയ്ക്കൊക്കെ വിളിച്ച് തല്ലുകൂടാൻ സ്വാതന്ത്ര്യമുള്ളൊരു ഫ്രണ്ടിനെ കുറേ നാളുകൂടി കിട്ടിയെന്നായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ തോന്നുന്നത് വഴക്കുകൂടാൻ മാത്രമല്ല, ഇന്ന് കാല് തെറ്റിയാ വീഴാതെ താങ്ങാനും നീ മതിയെന്ന. മതിയായിരിക്കുമല്ലേ? ആ പിന്നുണ്ടല്ലോ,
ചേർത്ത് നിർത്തി 2 വാക്ക് കൂടി പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നീ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആഹാ, ഇതൊരു ചെറിയ എക്സിബിഷൻ സ്പേസ് ആണല്ലോ. അകത്തേക്ക് വരാമോ, അതോ അന്നത്തെ പോലെ ചീത്ത വിളിക്കോ? ധൈര്യമായിട്ടകത്തേക്ക് വരാം, പക്ഷെ അവിടെ കാണുന്ന സാധനത്തെ പറ്റി വാ തുറന്നേക്കരുത്. എങ്ങനെ തപ്പിപ്പിടിച്ച് എത്തി ഇങ്ങോട്ട്? അത് എനിക്കൊരു പെയിന്റിങ് വേണമായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഇല്ലേ, അവൾക്ക് ആ അലമ്പിൽ അതൊന്നും നേരെ കാണാൻ പറ്റിയില്ല എന്ന് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് വീക്ക്. അപ്പം ഞാൻ വിചാരിച്ചു സാറിൻ്റെ ഒരു പെയിന്റിങ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ തപ്പിപ്പിടിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് സാറ് ഭയങ്കര ഇന്റർനാഷണലാണ്, അപ്പം നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വന്നതല്ലേ, ഒരു ഓട്ടോഗ്രാഫ് എങ്കിലും വാങ്ങാമെന്ന് വെച്ചു. അതുമില്ല, അതെ ഇങ്ങനെ അഫോർഡബിൾ അല്ല എന്നൊന്നും പറഞ്ഞ് വരത്തല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. ഓക്കെ. പക്ഷെ വൺ റിസ്ക് ആണ് താൻ എടുത്തിരിക്കുന്നത്. പൊതുവേ ഞങ്ങൾ കലാകാരന്മാർക്ക് സ്ത്രീ വിഷയത്തിൽ ചീത്തപ്പേരുള്ളതാണ്. പ്രത്യേകിച്ച് എന്നെ പോലെ സുന്ദരനും സുമുഖനും സിംഗിളുമായ ഒരാൾക്ക് അത് കുറച്ച് കൂടുതലായിരിക്കും. നീ അത്ര നീറ്റല്ലെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് നീ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തില്ല, അന്നോട്ടെങ്കിലും തിരിച്ചു മറിച്ചു ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിനിമം ഒരു 10 ലെക്ചറെങ്കിലും കേട്ടിട്ടുണ്ടോ? ആര്? ജെപിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആളൊരു നല്ല മനുഷ്യനാണെന്നാണോ ഞാൻ കേട്ടിട്ടുള്ളത്. മാത്രമല്ല പുള്ളിക്കിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. ചിലപ്പോൾ ആരെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആയിരിക്കും. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, പുള്ളി ഒരു കിഡിലൻ റൈറ്ററാണ്. പുള്ളിയുടെ കോളംസിനൊക്കെ മറ്റു പത്രക്കാർക്ക് ഇല്ലാത്തൊരു ഒരു ഭംഗിയുണ്ട്. അങ്ങനെയല്ലേ? എന്താ അങ്ങനെ തന്നെ നിൽക്ക്. എന്താ ഇത് വേണ്ട. എന്താ തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് വരച്ചോട്ടെ. ഓക്കെ. പക്ഷെ അനങ്ങല്ലേ അനങ്ങല്ലേ അനങ്ങരുത്. പക്ഷെ കഴിയാറായോ? ഹേയ് കഴിഞ്ഞില്ല, തുടങ്ങിയല്ലേ ഉള്ളൂ. കാല് വേനിക്കുന്നുടോ. അനങ്ങാതെ നിൽക്ക്. ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന പിന്നെ കൂടുതൽ സമയം എടുക്കും. കുറച്ച് ഇല്ലല്ല, പോകാൻ അങ്ങോട്ട്. അയ്യോ കരിയായി. കൈ ഇവിടെ. ഓക്കെ. കഴിയാറായോ? കഴിയട്ടെ, കഴിവ് പറയാം. എടോ മതി മതി, കഴിഞ്ഞോ? കഴിഞ്ഞു. എനിക്കിനി നിൽക്കാൻ വയ്യ. ഫൈനൽ ടച്ച് ഉള്ളൂ. വാ. അയ്യേ, ഇതെന്താ കണ്ണുനീരൊക്കെ? താൻ കരഞ്ഞുകൊണ്ട്. ഞാനോ? ഞാൻ എപ്പോഴാ കരഞ്ഞ? ഞാൻ ചിരിച്ചോണ്ടല്ലേ ഇരുന്നെ. താൻ കരയുന്നത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചിരിയായിരുന്നില്ലേ അത്? താനിത് എന്തൊക്കെയായി പറയുന്നേ? എടോ, ഇത് ചുമ്മാ മുന്നിൽ കാണുന്നതിലും പകർത്തി വെച്ചിട്ട് കുറെ കളർ വാരി തേക്കുന്ന പരിപാടിയല്ല. മുന്നിൽ കാണുന്നത് എന്താണോ അതിന്റെ പിറകിൽ എന്താണ് നടക്കുന്നത് എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. താനോടെ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുന്നല്ലായിരുന്നു, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിച്ച് താൻ എങ്ങോട്ടൊക്കെയോ പോയി. പക്ഷെ ആ ആലോചനയും തൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല, കയ്യിലുണ്ടായിരുന്നു. താൻ ആലോചിക്കും തോറും തൻ്റെ മുഖത്ത് ചിരി ഒഴിച്ച് ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരുന്നു. തൻ്റെ കവിളിലെ വെളുത്ത നിറം മാറി ബ്രൗണായി, പിന്നെ അത് ബേബി പിങ്കായി, പിന്നെയും മാറിയത് റെഡായി. തൻ്റെ കണ്ണുകളും ഒട്ടും ഫോക്കസ്ഡ് അല്ലായിരുന്നു. വളരെ സ്പീഡിലൊന്നും അല്ലെങ്കിലും തൻ്റെ കണ്ണുകൾ എന്തോ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവിടെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ അവിടെ നിൽക്കുമ്പോൾ തൻ്റെ 2 കണ്ണും നന്നായിട്ട് നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ വളരെ ഫോഴ്സ്ഫുള്ളി ആ കണ്ണുനീര് താഴെ വീഴാതെ പിടിച്ചു നിർത്തി. ഞാനത് താഴെ വീഴ്ത്തി, അത്രേ ഉള്ളൂ. എടോ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ചുമ്മാ പകർത്തി വരയ്ക്കുന്ന പരിപാടിയല്ല. മുന്നിൽ കാണുന്നതിൻ്റെ പിറകിൽ എന്താണോ അതാണ് എൻ്റെ വിഷയം. ഇനി പറ, ഈ വരച്ചിരിക്കുന്നല്ലേ സത്യം? സത്യമായതുകൊണ്ടല്ലേ താനൊന്നും പറയാത്തേ? ലൂക്ക, നീ എന്താ നേരത്തെ എൻ്റെ അങ്കിളിനെ കുറിച്ച് പറഞ്ഞേ? ഒരു ദിവസം നീ അയാളെ ഇവിടെ കൊണ്ടുവരണം, എന്നിട്ട് അയാളെ ഇവിടെ പിടിച്ചിരുത്തി ആളുടെ പടം വരയ്ക്കണം. അപ്പം ചിലപ്പോൾ അയാളുടെ മറ്റൊരു മുഖം നിനക്ക് കാണാൻ പറ്റും. ബട്ട് ഫോർ ദി ആക്ടർ ഹിയേഴ്സ്, അയാൾ നിന്നെയും പറ്റിക്കും. നീ പറഞ്ഞ ശരിയാ. നേരത്തെ നീ അയാളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കും. അവിടെ നിന്നപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് മൊത്തം അയാളെ പറ്റിയാ. അയാൾ ഇല്ലാതാക്കി എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി.
അമ്മ മാത്രമുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ബ്രദർ എന്ന് പറയുന്നത് വെറും ഒരു അങ്കിള് മാത്രമല്ല, അച്ഛനെ പോലെ തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ മാസവും നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നമ്മളെ കാണാൻ വരുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വരുന്ന നല്ലൊരാൾ, അച്ഛനോട് സ്നേഹിക്കുന്ന ഒരാൾ. പക്ഷെ ഇടയ്ക്കെപ്പോഴോ അയാളുടെ സ്നേഹപ്രകടനങ്ങളുടെയൊക്കെ രീതിയിലൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. ബദൻ അമ്മയുടെ ബ്രദറും ബെസ്റ്റ് ഫ്രണ്ടും മെൻറ്ററും ഒക്കെ ആയ ഒരാളെ പറ്റി അങ്ങനെ ഒരു കാര്യം അമ്മയുടെ അടുത്ത് പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. അമ്മയുടെ പില്ലർ ഓഫ് സ്ട്രെങ്ത് ആയിരുന്നു അയാൾ. പെങ്ങൾക്കും കൊച്ചിനും വേണ്ടി ജീവിതമൊക്കെ മാറ്റി വെച്ചൊരാൾ. എങ്ങാനും ഞാൻ ഈ ആലോചിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് തോന്നിയതായിരുന്നെങ്കിൽ വീണ്ടും ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് I was being abused all this while എന്ന് എനിക്ക് മനസ്സിലായത്. നീ അന്നൊരു മുറി ഓഫർ ചെയ്തെങ്കിലും അങ്ങോട്ടേക്ക് മാറണം എന്നൊന്നും ഞാൻ ഓർത്തതല്ല. പക്ഷെ നീ പറഞ്ഞതുപോലെ ശ്വാസം മുട്ടി തുടങ്ങിയിരുന്നു എനിക്ക്. പിന്നെ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഹരാസ്മെൻറ്റും അതാ കെട്ടിപ്പൂട്ടിങ്ങ് പോകുന്നത്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് തരുന്നൊരു സേഫ്റ്റി ഒരു ഹോസ്റ്റലും തരില്ല എന്നൊരു തോന്നൽ. പിന്നെ ദയവ് ചെയ്ത് ഒരല്പം വൃത്തിയായിട്ട് ഈ വീട് സൂക്ഷിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇത് എന്താ ഇത് എല്ലാം വാരി വലിച്ച് നിരത്തിയിട്ട് മതി കൊച്ചു പിള്ളേരെ പോലെ. എന്റെ മാറ്റിയേട്ടാ ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ എടുത്തു വെക്കൽ അടിക്കപ്പറക്കലൊന്നും വേണ്ടാന്ന്. അതൊക്കെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന എന്താ കുഴപ്പം? ഇരിക്കുന്നിടത്ത് ഇരുന്ന ചേച്ചിക്കൊന്നും പറഞ്ഞോളൂ, എത്ര തവണ പറഞ്ഞിട്ടുള്ള കാര്യം അത്. ആ താവാ 5 ലക്ഷം അതൊക്കെ അവിടെ ഇരിക്കൂലേ? എങ്ങനെ എൻ്റെ കൈ വന്നു നദി ഇവിടെ ഇരിക്കട്ടെ. അല്ല പിന്നെ അപ്പൊ എങ്ങനെ ആർക്കറിയാം ആർക്കറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ മുറി. ഐ മീൻ നിന്റെ മുറി. അമ്മ ഉപയോഗിച്ചിരുന്ന മുറി ആയതുകൊണ്ട് കുറച്ച് വൃത്തിയും എടുപ്പൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഈ മുറി മൊത്തം നീയാണല്ലോ. ഫോട്ടോഗ്രാഫ്സ് ആർ ഫ്രെയിംഡ് മെമ്മറീസ്, അമ്മയുടെ ഫിലോസഫി. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന സുന്ദരന്മാരായ മോഡൽസ് ഞാനും അപ്പ ആയതുകൊണ്ട് അമ്മ എടുത്തേക്കുന്ന ഫോട്ടോസ് മുഴുവൻ ഞങ്ങളുടെ. അന്നും നല്ല അലമ്പായിരുന്നല്ലേ? പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. അന്നും ഇന്നും എന്നും നല്ല കട്ടക്കൂറയാണ്. പിന്നെ ഇവിടെ ഇതിനു മാത്രം ഫോട്ടോസ് ഉണ്ടായിട്ടും നിന്റെ കണ്ണുടക്കിയത് ഈ ഫോട്ടോയിലാണല്ലേ. നിന്റെ ചാട്ടം എങ്ങോട്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അയ്യടാ. ആ പിന്നെ നീ എന്തിനാ നേരത്തെ ആ ചേട്ടൻ്റെ അടുത്ത് ഒച്ച വെച്ചേ? അത് കുറച്ച് ഓവറായി പോയിട്ടോ, ശരിയായില്ല. അത് ശരിയായില്ലല്ലേ? എനിക്ക് തോന്നിയത്. സാരമില്ല, 2 ദിവസം കഴിയുമ്പോൾ പുള്ളി വീണ്ടും തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് ശരിയാക്കി കൊടുക്കാം. തമാശയാണോ? നല്ല ബോറായിട്ടുണ്ട് കേട്ടോ. പുള്ളി അതൊക്കെ അടുക്കി പറക്കി വെക്കുമായിരുന്നില്ലേ? എടോ മാഡം നിഹാരിക ബാനർജി, സംഭവം മാറ്റിയിട്ട് നമ്മുടെ മുത്താണ്. പക്ഷേ എൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എങ്ങനെ അതിൻ്റെതായ സ്ഥാനത്തോ? ആ മുറിയിൽ ഒരൊറ്റ സാധനം പോലും നിരജോ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. എല്ലാം വാരി വലിച്ച് അവിടെ ഇവിടെ മലങ്കോലമായിട്ട്. നമ്മുടെ കെമിസ്ട്രിയിൽ കിയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ വന്നപ്പോൾ കണ്ടാൽ മുറി. ആ കൂമ്പാരത്തിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? എടോ നിനക്കല്ലേ, എനിക്ക് ഇതാണ് പെർഫെക്റ്റ് സിസ്റ്റം. യുനോ ഈ അലങ്കോലത്തിനൊക്കെ ഒരു അലങ്കാരമുണ്ട്, എൻ്റേതായൊരു ഓർഡറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കൂ. ആകെ മൊത്തം അൽക്കുൽത്താരി എടുക്കുകയല്ലേ, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് നടക്കുന്നുണ്ടല്ലോ. റബ്ബിഷ്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ റബ്ബിഷ് എന്ന് വിളിക്കല്ലേ വേണം. സി, എന്ത് സാധനവും ഒന്ന് കൈ നീട്ടിയേ കിടക്കണം. എല്ലാം കൂടെ അവിടെ അടച്ചു പൂട്ടി വെച്ചാൽ അത് നടക്കില്ല. ഇപ്പം ഈ റൂമിനകത്ത് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാനുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഈസിയാണ്. എന്തെങ്കിലും വേണം ചോദിച്ചു, ഞാൻ എടുത്തു തരാം. ചോദിക്കും. ടവൽ 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 ചീപ്പ് 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 അണ്ടർവെയർ 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 ഹൈ ആ വെച്ചോ. എടുത്തോ. പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ്
പെയിന്റ് ബ്രഷ്, സിസേഴ്സ് സിസേഴ്സ് ചെറുതോ വലുതോ? മീഡിയം. 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 വാലറ്റ് ഉണ്ടോ? വാലറ്റ് ഉണ്ടല്ലോ. പേന? പേന ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങൾ ആരും പേന ഉപയോഗിക്കാറില്ല. ഞങ്ങളൊക്കെ പെൻസിലിന്റെ ആൾക്കാരാണ്. അതാവുമ്പോ തെറ്റിയാൽ മാച്ചിട്ട് വീണ്ടും എഴുതാലോ. അതേ പേന വന്നല്ലോ. മിസ്റ്റർ ശിവനാഥ്, ദേശാടനമൊക്കെ കഴിഞ്ഞോ? അത് കഴിയുന്നില്ലല്ലോ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചതാ. ആ, ആരുടേത്? പരിചയപ്പെടുത്താം. ഇത് നിഹാരിക. വെറും നിഹാരിക അല്ല, നിഹാരിക ബാനർജി. ഓ. പിന്നെ ക്ലോസ് ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിഹാന്ന് വിളിക്കാം. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വേണ്ടി വന്നതാ. അത് ശരി. കുറച്ചാണ് ഇവിടെ ആയിരിക്കും താമസം. അല്ല, എൻ്റെ പേനയ്ക്ക് തന്നെ. അയ്യോ, പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് മിസ്റ്റർ മാർട്ടിൻ. ഞാൻ മാർട്ടിൻ എന്ന് വിളിക്കും. ഇവിടുത്തെ ഓൾ നോളാണ്. ഈ വീട് മൊത്തം ഭരിക്കുന്ന പുള്ളിയാ. ശബ്ദം കേട്ടില്ലേ? സലോമി ചേച്ചി. സലോമി ചേച്ചിയുടെ ഭാര്യയാണ് മാർട്ടിൻ. അതെ. അല്ല കുഞ്ഞെ, എന്റെ ഭർത്താവ്. അതെ, അതാണ്. ആ. പിന്നെ ഇത് മിസ്റ്റർ ശിവനാശൻ. ഹായ്. ആർട്ടിസ്റ്റ്, ആക്ടിവിസ്റ്റ്, ട്രാവലർ, എന്ത് സീനും പിടിക്കും. എന്റെ ഒരു ആശാനാണെന്നോ ചേട്ടനാണെന്നോ സുഹൃത്താണെന്നോ ഒക്കെ പറയാം. പിന്നെ എൻ്റെ പൊന്നു മോളെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ്. സലോമേച്ചേ, കാപ്പി അറിയല്ലേ? 2 കാപ്പി. എനിക്ക് ചായ മതി. ആ ബെസ്റ്റ്. യവനോട് എൻ്റെ പൊന്നു മോളെ, ഇത് നോ ചായ സോണാ. ഈ കൂട്ടുകാരന് കാപ്പി മാത്രമേ ഇറങ്ങത്തുള്ളൂ. ഇത് ഈ പാവങ്ങള് കട്ടനിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ചായപ്പൊടി പോലെ ഇവനെടുത്ത് പള്ളേ കളഞ്ഞു. നിന്റെ ചായ ബോറാണ്. നിങ്ങൾക്ക് ഞാനൊരു കാപ്പി ഇടാം. പുറത്ത് വന്നാ മതി കേട്ടാ. നമ്മളെ പുറത്ത് കാറ്റുകൊണ്ടിരിക്കും. മോളുടെ വീട്ടുകാരൊക്കെ ബാംഗ്ലൂരാണ്. എത്ര നാളായിട്ട് അറിയാം അവനെ? അധികമായിട്ടില്ല, ഒരു 2-3 ആഴ്ച. ഞാനുൾപ്പെടെ അവൻ്റെ ലൈഫിൽ ചേർത്ത് വെച്ചിരിക്കുന്നവരുടെ എണ്ണം എടുത്താൽ 10 താഴെ കാണത്തുള്ളൂ. അവരെല്ലാം തന്നെ അവൻ്റെ ലൈഫിൽ കൂടിയിട്ട് വർഷങ്ങളായവരാ. അവരുടെ ഇടയിലേക്ക് മോളെ കൂട്ടിക്കൊണ്ട് അവൻ വന്നിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ കുറച്ച് ദിവസം ഒരു പേയിങ് ഗസ്റ്റ് പോലെ. പേയിങ് ഗസ്റ്റിനും അപ്പുറത്തേക്ക് മോളെ അവൻ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നതും ഒരു മുറി തുറന്നു വന്നതും ഒക്കെ. എനിക്കറിയില്ല അവനെ. അതിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്ന ചിലരുടെ കുറുമ്പുകളൊക്കെ ഉള്ളൂ. മനസ്സുകൊണ്ട് വളരെ വീക്കായിട്ടുള്ള ഒരാളാണ്. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിൽക്കുമ്പോൾ മോളറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. 2 മരണങ്ങൾ കൊണ്ട് വല്ലാതെ പകച്ചു പോയൊരു മനസ്സാവൻ്റെ. അവന് 10 വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പം മരിച്ചു. അത് കണ്ണിൻ്റെ മുന്നിലായപ്പോൾ വല്ലാതെ പേടിച്ചു പോയി. വലുതാകുമ്പോൾ ആ പേടി മാറുമെന്നൊക്കെ ഓർത്തെങ്കിലും അപ്പോഴേക്കും ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു ഫോബിയായി മാറിക്കഴിഞ്ഞിരുന്നു. മരണമായ ബന്ധമുള്ള എന്തും ചത്ത് കിടക്കുന്ന എറുമ്പ് പോലും ഇന്ന് അവനെ ഡിസ്റ്റർബ് ചെയ്യും. ആ സമയത്ത് അവൻ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഈ കഥകളൊന്നും അറിയാത്ത ഒരാൾക്ക് ഭ്രാന്തായിട്ട് തോന്നും. പിന്നെ അവൻ്റെ അമ്മ, അവർ 2 പേരും മാത്രമായിരുന്നുകൊണ്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവർ തമ്മിൽ. ഒരു മുന്നറിയിപ്പുമില്ല, ഒരു അസുഖം വരുന്നു, കഷ്ടിച്ച് 1 മാസത്തെ എക്സ്ട്രീം പെയിൻ. അമ്മ പോയി, അതും അവനടുത്തിരിക്കുമ്പോൾ. ചടങ്ങുകൾക്കൊന്നും അവനില്ലായിരുന്നു. മുറിയടച്ച് ഒരേ ഇരിപ്പ്. പിന്നെ സൈക്കോളജിസ്റ്റുമാരും കൗൺസിലർമാരും മരുന്നുകളും. കുറച്ച് നാളെടുത്തു ഞങ്ങൾക്ക് അവനിന്ന് തിരിച്ചു കിട്ടാനേ. ഇപ്പൊ അവന് ലൈഫിനോട് വല്ലാത്ത ഭ്രാന്താണ്. അപ്പനെയും അമ്മയും കൊണ്ടുപോയ മരണത്തോട് അവൻ തന്നെ നടത്തുന്ന യുദ്ധം. പക്ഷെ ചില സമയത്ത് അവ അതെല്ലാം മറക്കും. അപ്പോഴാണ് അവ ഒരു പക്ക ആർട്ടിസ്റ്റ് ആവുന്നത്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കപ്പ് പിടി, കാപ്പി കുടി. കോഫി ഈസ് കഫേൻ, കഫേൻ ഈസ് ക്രിയേറ്റിവിറ്റി എന്ന് ആരാശനെ പറഞ്ഞിട്ടുള്ളത്? നീ തന്നെ. അത് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വരുന്നു. അല്ലല്ല, ഒരു കോഫി കുടിക്കുന്ന സമയം നീ ഇങ്ങോട്ട് കയറി വന്നേ. എന്താന്നാടാ ഇത്? ഇങ്ങോട്ട് കയറി വേടാ. ഇല്ലടാ, ഞാൻ വരുന്നു. പോരുന്നു. ആരാ? ഞാൻ അങ്ങോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ എന്റെ ഡ്രൈവർ എന്നെ ഇവിടെ ഇട്ടേച്ച് പൊക്കളെ. ഡ്രൈവർ എന്നോല് അങ്ങനെയൊക്കെ ഉണ്ട്. ലൈറ്റ് എടുത്ത മോളെ പോട്ടെ. ആ ചെക്കോവിന്റെ വിവർത്തനാണത്. ചെറിയൊരു പുസ്തകമല്ലേ, NPS റിപ്പോർട്ട് അടുത്ത് തരാം. ഓ, സമാധാനേ. നീയാണ് ഈ തിരക്കടിക്കുന്ന ഡ്രൈവർ. നിനക്ക് ഈ പണിയുണ്ടോ?
നീ എന്താ അകത്തോരാത്തെ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ആപ്പടെ ദേഷ്യപ്പെട്ടിരിക്കുക. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? ഞാൻ വരുന്നെന്ന്. സാറങ്ങനെ തിരക്കടിച്ച പോലെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അറിയട്ടെ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്താ അകത്തോരാത്തെ? ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ പേരിൽ ഒന്നും ചെയ്തില്ലെന്ന് അവന്റെ പരാതി. ആണോ? അതാണ് അതിന്റെ പ്രശ്നം. അത് തന്നെയാണ്. സൗത്ത് ഇന്ത്യ ടൂർ മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് പരിപാടിയും പിടിച്ച് പ്രാക്ടീസ് തുടങ്ങി വെച്ചിട്ട് എങ്ങനെ പോയി, എങ്ങനെ വരും, എന്താണ് സംഭവം, എവിടാണ് സ്റ്റേ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ടുണ്ടോ ഇവനുൾപ്പെടെ ആരിലും? ഇല്ല. അതുകൊണ്ട് വരുന്നുണ്ടോ എന്നോട്? ഞാൻ വരുന്നടാ. പോലെ സൂരജ് പാട്ടുകാരാ, ആദ്യമായിട്ടാണോ നിങ്ങൾ എന്റെ കെയർ ഓഫിൽ ഒരു പരിപാടിക്ക് പോകുന്നത്? അല്ല. അല്ല. ഏതെങ്കിലും ഒരു പരിപാടിക്ക് നിങ്ങൾ KSRTC ബസ്സിലോ ജനറൽ കമ്പാർട്ട്മെന്റിലോ പോണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് മാങ്ങാത്തൊലിക്കാണ് ഈ ഷോ ഓഫ് കാണിക്കുന്നത്? ആർക്ക് ഷോ ഓഫ്? ഈ കോഴിക്കോട്, തിരുവനന്തപുരം, ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പരിപാടി പോലെയാണത്. 8-10 ഷോ, 3-4 സംസ്ഥാനം, എന്തെങ്കിലും ഒരു കോർഡിനേഷൻ വേണ്ടേ? എല്ലാവർക്കും കൂടെ വേണം. മതി, എനിക്കൊരു നിർബന്ധമില്ല. ഈ ജനറൽ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ. നമുക്ക് ഇവന്മാരെ ടിക്കറ്റ് എടുക്കാതെ ജനറൽ കമ്പാർട്ട്മെന്റ് കയറ്റി വിടാം. ഇവന്മാർ വരി തിരിച്ച് പാട്ട് പാടട്ടെ, കിട്ടുന്ന കാശ് നമുക്ക് ഷോ നടത്താം. ഭയങ്കര വെറൈറ്റി ആയിരിക്കും, ഒടുക്കത്തെ ന്യൂസ് വാല്യൂ. നീ ഭയങ്കര ഐഡിയ ഉള്ളവനാണ്. നിങ്ങൾ എന്നോട് വരുന്നില്ലല്ലോ. ഞാൻ വരുന്നടാ.